ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നീതി സംവിധാനം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷൻ മുതൽ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ അതില്. ആ, പാവപ്പെട്ടവന്റെ പോലീസും കോടതിയും എല്ലാം പോലീസ് സ്റ്റേഷനാണ് എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അതാണ് ശരിക്കും തുടക്കം. ഒരു പാവപ്പെട്ടവൻ ഓടിച്ചെല്ലുന്നത് ഹൈക്കോടതിയിലെ പെറ്റീഷനും കൊണ്ടല്ല, പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാണ്. അത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാനേ അവനെ അറിയൂ. അങ്ങനെ ചെല്ലുന്നവനെ പ്രതിയാക്കി 1.5 വർഷം ശിക്ഷിച്ചാലോ? ഇവിടെ നീതി സംവിധാനങ്ങൾ കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് തവണം പിടിപാടുണ്ടാവണം, രാഷ്ട്രീയമായി പിടിപാടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കേസൊക്കെ പെട്ടെന്ന് എടുക്കും. അതുപോലെ ഒരുപക്ഷെ പ്രതിയാകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നെഞ്ചുവേദന വരും, അല്ലെങ്കിൽ ECG വ്യതിയാനം വരും, ആശുപത്രിയിൽ പോയി കിടക്കാം, ജയിലിലൊന്നും പോകണ്ട. പക്ഷെ ഒരു പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? ഇവിടെ സുരേഷ് എന്ന് പറയുന്ന ഒരു 38-കാരൻ. ഈ സംഭവം നടക്കുന്നത് കേരളത്തിലല്ല കേട്ടോ, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഒന്ന് പറയുന്നതേ ഉള്ളൂ. കുടകില് 2020 ഒരു പരാതി എത്തി പോലീസ് സ്റ്റേഷനിൽ. ഈ 38-കാരനായിട്ടുള്ള സുരേഷ് ഒരു പരാതി ചെന്ന് പറഞ്ഞു, ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാനില്ല എന്നതായിരുന്നു പരാതി. ഭാര്യയെ കാണാനില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അത് എവിടെയെങ്കിലും പറയാൻ പറ്റും. ഏതായാലും പോലീസ് സമഗ്രമായി തന്നെ അന്വേഷിച്ചു. അവസാനം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. സുരേഷിനെ അങ്ങോട്ട് ശിക്ഷിച്ചു. സുരേഷ് 1.5 കൊല്ലം ജയിലിൽ കിടക്കുകയും ചെയ്തു. അതായത് സുരേഷ് തന്റെ ഭാര്യയെ കൊന്നു കളഞ്ഞു, സംശയത്തിന്റെ പേരിൽ കൊന്നു കളഞ്ഞു എന്ന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ആൾക്ക് നല്ല പണിയും കിട്ടി. പാവപ്പെട്ടവനായതുകൊണ്ട് അയാളെ പിന്നാലെ ആൾക്കാർ പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇറങ്ങാൻ ആളുണ്ടായിരിക്കില്ല. ഞാനിപ്പോ എന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ജയിലിൽ കിടന്ന സമയത്ത് ഇതുപോലെ സാഹചര്യം കൊണ്ട് മാത്രം പ്രതികളായിട്ടുള്ള ചിലർ അവിടെ ഉണ്ടായിരുന്നു. ചിലരെ നമുക്ക് കാണുമ്പോൾ അറിയാം. എന്നാൽ കോട്ടയം ക്രിമിനലുകൾ അവിടെ ഉണ്ടായിരുന്നു. ജയിലിൽ തന്നെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഓസിന് ഭക്ഷണം അടിച്ച് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവിടെ കണ്ടു. ഒരു നല്ലൊരു ഭാഗം അത് തന്നെ. പിന്നെ ചെറുപ്പക്കാർ, MDMA കേസുമായി ബന്ധപ്പെട്ട് കുറെ എണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കേസല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ കുറെ നിരപരാധികളും കുറെ സാധുക്കളും വീട്ടുകാരുടെ പ്രതീക്ഷയുമായിട്ടുള്ള ചിലരും ഒക്കെ കണ്ടു. ഈ സുരേഷിന്റെ ഭാര്യ മല്ലികയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുമ്പോൾ പിന്നെ ബട്ടേദാപുര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു സ്ത്രീയുടെ അസ്ഥികൂടം കിട്ടി എന്നാണ് പറയുന്നത്. അത് മല്ലികയുടെയാണെന്ന് തീരുമാനിച്ചിട്ട് പോലീസ് കുറ്റപത്രം കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നാലെ ഇയാളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ജാമ്യത്തിൽ ഇറക്കാൻ ആളുണ്ടാവില്ല, ആരും ഉണ്ടാവില്ലെന്നേ. പാവപ്പെട്ടവന്മാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ഉണ്ടാവില്ല. ഏതായാലും 1.5 കൊല്ലം അങ്ങനെ കിടന്നു. ഈ സുരേഷിന്റെ സുഹൃത്ത് ഒരിക്കല് മടിക്കേരി എന്ന് പറയുന്ന സ്ഥലത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ബേക്കറിയിലേക്ക് പോകുന്ന സമയത്ത് ഈ മല്ലികയെ വേറൊരു ചങ്ങായും കൂടെ ചേർന്നിട്ടിരുന്ന് സൊള്ളുന്നതോ ചായ കുടിക്കുന്നതോ എന്തൊക്കെയോ കണ്ടു. ഇയാൾ ഫോട്ടോ എടുത്ത് പിന്നെ കോടതിയിൽ കൊടുത്തു. അതായത് മല്ലിക ജീവിച്ചിരിക്കുന്നുണ്ട്. ഏറ്റവും രസകരമായ പുസ്തകം എന്ന് പറഞ്ഞത്, ഈ മല്ലികയെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കുറ്റപത്രം കൊടുത്തിട്ട് കേസ് വിചാരണ നടക്കുന്ന സമയത്ത് കുറെ സാക്ഷികളുണ്ട്. ആ സാക്ഷികൾ എല്ലാവരും പറഞ്ഞത് ഈ മല്ലികയെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ്. അതിനർത്ഥം ഈ ലൈനൊക്കെ വേറെ ആർക്കെങ്കിലും അറിയാമായിരുന്നിരിക്കണം. അപ്പോ സുരേഷിനും അറിയാമായിരുന്നിരിക്കണം ഇയാൾക്ക്, ഈ പെണ്ണിന് വേറെ ഒരു കാമുകനുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് കാണാതെ പോയപ്പോ സുരേഷ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത്, ഇതൊന്ന് തെളിയാന്ന് വെച്ചിട്ട്. പക്ഷെ അവിടെ മല്ലികയെ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ മണ്ടയിൽ കൊണ്ടുവന്ന് വെച്ചു. ഏതായാലും സെഷൻ കോടതി പിന്നെ ഇത് നന്നായിട്ട് പരിഗണിച്ചു. മല്ലികയെ കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഈ സുരേഷിനെ അങ്ങോട്ട് സ്വതന്ത്രനാക്കി. ഞാൻ ചോദിക്കുന്നത്, 1.5 വർഷം ഇയാളെ പിടിച്ച് ജയിലിലിട്ടു. ഇയാൾ അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാ ചെയ്യുന്നെന്നുള്ളത്. ഒരു സാധാരണ നമ്മളെ കോഴിക്കോട് ജയിലിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇനി ബാക്കിയുള്ള ജയിലിൽ അറിയില്ല, ചെല്ലുന്ന ആളെ ഒന്ന് നോക്കും. അത്യാവശ്യം മോശക്കാരനാണ്, അല്ലെങ്കിൽ ഇവനെ ഒന്ന് റാഗ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു വിഭാഗമാണെങ്കിൽ ആദ്യത്തെ ദിവസം മുതൽ അവിടെയുള്ള തടവുകാർ പണി തുടങ്ങും. ചെല്ലുന്നതിന്റെ അന്ന് അവിടെ മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ചു വൃത്തിയാക്കേണ്ട ജോലി അന്നും പിറ്റെന്നും അയാൾക്ക്. അങ്ങനെയാണ്. അങ്ങനെ ഓരോ ദിവസം ഓരോന്ന്. പിന്നെ അവർ പറയുന്നതിന് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി വേറെ. തല്ലും ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ എല്ലാ സ്ഥലത്തും CCTV വെച്ചിട്ടുണ്ട്. കർണാടകയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. CCTV വെച്ചിട്ടുള്ളത് കൊണ്ട് അമ്മര് തല്ലും പിടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ പണി ചെയ്യണം. എന്തോ ഞാനൊരു ദിവസം ഉണ്ടായിരുന്നു, ഒരു യൂട്യൂബറാണ്, അതിന്റെ ഉള്ളിൽ എൻ്റെ ഒരു ഫോളോവർ ഉണ്ടായിരുന്നു. അബദ്ധത്തിൽ പെട്ടുപോയി. ആ കഥ ഞാൻ പിന്നീട് പറയാം. എന്റെ കേസിന്റെ ഒരു തീരുമാനമൊക്കെ ആകട്ടെ, അതിനുശേഷം ഞാൻ പറയാം. കഥകൾ ഒരുപാട് പറയാനുണ്ട്. അപ്പോ അയാള് എന്നെ അറിയാവുന്നത് കൊണ്ടും അതുപോലെ മറ്റു പല കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടും നമ്മൾ തൽക്കാലം രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ അവിടെ തീപ്പെട്ടിക്കോല് കിട്ടാനില്ല, അല്ലെങ്കിൽ തീപ്പെട്ടിക്കോല് കൊണ്ട് അളവും ചിലപ്പോൾ അടിച്ചു വാരലും തുടക്കലും ഒക്കെ നമ്മളും ചെയ്യേണ്ടി വരുമായിരുന്നു. ഈ എരുമേലിയിൽ നിന്നൊരു പാവത്തിനെ
പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ക്ലോസറ്റ് അടക്കം കംപ്ലീറ്റ് ആ ചെന്ന ദിവസം തന്നെ കഴിച്ചു എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഇതേ തന്നെ അവസ്ഥയായിരിക്കും ഒരുപക്ഷെ ഈ കർണാടകയിലുള്ള ഈ ഈ 38-കാരനായിട്ടുള്ള സുരേഷിനെ കാട്ടിയിട്ടുണ്ടാകുക. ജയിലിൽ അങ്ങനെയാണല്ലോ, ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ റാഗ് ചെയ്യാം, അതേ ആൾ തന്നെ കുറെ കാലം അവിടെ കിടന്നു കഴിയുമ്പോൾ പിന്നെ വരുന്നവരും ചെയ്യുന്നത്, അത് വേറെ വിഷയം. പക്ഷെ എന്നിരുന്നാലും നിരപരാധിയായ ഒരാളെ, ഭാര്യയെ കൊന്ന കുറ്റത്തിന് 1.5 വർഷം ജയിലിൽ ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര സുഖമുള്ളൊരു പരിപാടിയല്ലല്ലോ. നിങ്ങൾക്കത് കേട്ടിട്ട് സുഖം തോന്നുന്നു? ഇതാണ് നമ്മുടെ ഇവിടുത്തെ നീതി സംവിധാനം. ഈ സാക്ഷികൾ ഇത്രയും ആൾക്കാര് പിന്നെ ഈ ഇവര് മരണപ്പെട്ടിട്ടില്ല, ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കോടതി അത് കേൾക്കാൻ തരുന്നത്? ഒരു അസ്ഥികൂടം കിട്ടിയപ്പോഴേക്കും അതിന്റെ DNA ടെസ്റ്റ് വരുന്നതിന് മുമ്പ്, റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്തിനാണ് കൊലകുറ്റം ചുമത്തി കുറ്റപത്രം ഈ കോടതിയിൽ പോലീസ് സമർപ്പിച്ചത്? എന്തല്ലേ? Different angles. Don't forget to subscribe and support this channel.